ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ബാക്ക് ബ്രേക്ക് ഷൂ ചെക്ക് പറഞ്ഞിട്ട് ജനറൽ സർവീസ് എയർ ചെക്ക് ചെയ്യുക. ഇത്രയും കേസാണ് പറഞ്ഞാണ് കേട്ടോ. വാട്ടർ സർവീസ് എഞ്ചിൻ ഓയിൽ വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഓയിലാണ് എഞ്ചിൻ ഓയിലുള്ള കേട്ടോ. നിലവിലിപ്പോൾ നമ്മൾ ചെയ്യണ കിലോമീറ്റർ 29,677 കിലോമീറ്ററാണ് നിലവിൽ വണ്ടി ഓടിയേക്കണേ. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ ലൈനർ മാക്സിമം അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. ഓൾറെഡി ബ്രേക്ക് കുറവാണ്. ഇപ്പോൾ കസ്റ്റമറാണ് ഈ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുമുണ്ട്. ലൈനർ മാക്സിമത്തിലാണ്. ലൈനർ മാറ്റി പുതിയതിടുന്നതായിട്ട് വരും. അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് നമ്മൾ ക്യാമൊക്കെ അഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം ടൈറ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ബാക്ക് വീലിൻ്റെ വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിലായാലും നല്ല ഓയിലാണ് കേട്ടോ. ബാക്ക് ടയർ പുതിയ ടയർ വലിയ പഴക്കമായിട്ടില്ല. ഹബിനും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ബാക്ക് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ബാക്കിൽ നമുക്ക് അതിൻ്റെ ലൈറ്റ് തെളിയണം. അതേപോലെ ഹെഡ് ലൈറ്റ് ഇടുന്ന സമയത്തും ലൈറ്റ് തെളിയണം. ഇത് രണ്ട് പോയിൻറ്റും പോയിരിക്കുക. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളത് മാറ്റാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ അതിനകത്തൊരു സ്ക്രൂ അഴിഞ്ഞു പോരുന്നില്ല. ഈ സംഭവം പറഞ്ഞാൽ ഗ്ലാസ്സാണ്. നമ്മൾ ഒരുപാട് ബലപ്പെട്ട് തട്ടമുട്ട ചെയ്താൽ പൊട്ടിപ്പോവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. ബാക്കിയത്തെ സ്ക്രൂ കഴിഞ്ഞ് പോകുന്നു. ഒരു സ്ക്രൂ അഴിയുന്നില്ല. ഒരു ഓപ്ഷൻ അഴിച്ച് കിട്ടാൻ ട്രൈ ചെയ്ത് നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ലൈറ്റ് നമുക്ക് പൊസിഷൻ ലൈറ്റ് അത്യാവശ്യമാണ് താനും. ഞാൻ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ ഒരുപാട് ബലം പിടിച്ചാൽ പൊട്ടിപ്പോവും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർഗത്തേക്കൂടെ ഈ സ്ക്രൂവിനെ അവോയ്ഡ് ചെയ്ത് വേണം പുറത്തെടുക്കാനായിട്ട്. മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നിലവിൽ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂട്ടർ മോഡൽ എന്ന് പറയുമ്പോൾ ബെൽറ്റ് ഡ്രൈവാണ്. നമുക്കത് CVT ക്ലച്ച് നമ്മൾ മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടി അയച്ചതാണ്. നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. നിലവിൽ ഇത് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്. ഹോണ്ടയുടെ ബെൽറ്റാണ്. ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്ന് ഇപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് മാറ്റേണ്ട സിറ്റുവേഷനൊന്നുമില്ല. ഇതിൻ്റെ ഒരു ലെഗ് നോക്കുമ്പോൾ ചെറുതായിട്ട് വിള്ളൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എമർജൻസി ആയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് സർവീസ് ഓടിക്കാം. നമുക്ക് അടുത്ത സർവീസ് സാധാരണ നമുക്ക് സർവീസ് 4 മാസം കൂടുമ്പോഴാണ്. എന്തായാലും 4 മാസം കിടന്ന് ഓടിക്കോളും. അപ്പോൾ സർവീസ് കറക്റ്റാണെങ്കിൽ നമ്മൾ അടുത്ത സർവീസിനായാലും ഇതേപോലെ തന്നെ നമ്മൾ കയറ്റി ചെക്ക് ചെയ്യും. കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ജനറലായിട്ട് സർവീസ് ചെയ്യേണ്ടത് ഓരോ 4 മാസം കൂടുമ്പോഴാണ്. അപ്പോൾ 4 മാസം എന്തായാലും ഓടിക്കോളും, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നോർമൽ ചെറിയ രീതിയിൽ തേമാനം ഉണ്ടെങ്കിൽ പോലും കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടൊന്നുമില്ല. പിന്നെ ഈ വീലുമൊക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. ക്ലച്ച് യൂണിറ്റ് അതിൽ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അത് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഇവിടെ ചെറിയൊരു ലീക്ക് ഉണ്ട്. ഹെഡ് കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കൈയോടെ തന്നെ അത് ഗ്യാസ്കറ്റ് മാറ്റി കളഞ്ഞെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഈ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ ഓയിൽ ചാടി പോകണം അറിയില്ല. അപ്പോൾ അത് റിസ്ക്കാണ്. കൈയോടെ അത് മാറ്റിക്കളയാം. പിന്നെ ചോക്ക് കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു. ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടേക്കാം. ഐസൊലേറ്റർ കേബിളായാലും വേറെ പ്രോബ്ലമൊന്നുമില്ല. സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. ഇവിടെ സ്പോഞ്ച് മോഡലാണ്. നമുക്ക് ഈ സൈഡിലായിട്ട് വന്നാണ്. അതൊന്ന് മാറ്റിയിടാം കേട്ടോ. അത് മൊത്തം പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. കൈയോടെ മാറ്റിക്കളയാം. പിന്നെ സ്പാർക്ക് പ്ലഗ് ആണെങ്കിൽ ക്ലീൻ ചെയ്തിട്ടാൽ മതി, കുഴപ്പമില്ല. എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നല്ല ഓയിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററിക്ക് ഒന്ന് ചെക്ക് ചെയ്തു. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2025 ബാറ്ററിയാണ് കേട്ടോ. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കിട്ടണമുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.20. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗമൊക്കെ ഓക്കെയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് ഫ്രണ്ടിലത്തെ കോൺസെപ്റ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ് മാറ്റണമെങ്കിൽ ഫ്രണ്ട് ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബോൾ റൈസർ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോണൊക്കെ അത്യാവശ്യം തുരുമ്പിട്ട് നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചു തുടങ്ങി. അപ്പോൾ അതുകൂടെ ഒന്ന് കൂട്ടത്തിൽ കൂടെ മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു കേബിൾ, ബ്രേക്കിൻ്റെ കേബിൾ, കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്കാണ് തന്നെ. അതിന് മഴയൊക്കെയാണ് വരാനും നിൽക്കുന്നത്. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിക്കളയാനാണ് നല്ലത്. അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം വേണ്ട ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഏകദേശം നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വർക്ക് തീരുള്ളൂ. അതിക്ക് മുമ്പ് വരരുത്. വന്നു കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റാവും. അതിക്ക് മുമ്പ് ആവുകയാണെങ്കിൽ ഇവിടുന്ന് കോൺടാക്ട് ചെയ്തോളാം. എന്തായാലും ഇവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ വന്ന് ഇവിടെ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ.